ഹലോ എവ്രിവൺ, അപ്പോൾ നമുക്കിന്ന് പഴമാങ്ങ പ്രിസർവ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കയറുന്നതിന് മുമ്പ് ലൈക്ക്, ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. അതിനായിട്ട് പഴമാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ടേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഷോർട്സിന് നമുക്ക് എത്ര വ്യൂസ് കിട്ടിയാലും ലോങ് വീഡിയോസിന് അത്രയും വ്യൂസ് ഒന്നും കിട്ടാറില്ല. അപ്പം നിങ്ങൾ ഷോർട്സിന് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ലോങ് വീഡിയോസിനും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അടുപ്പ് കത്തിച്ച് ഇത് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാക്കാലം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമുക്കൊരു പുളിശ്ശേരി കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങ ഉപയോഗിക്കാം. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പും പുളിയും ഒക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇതിലേക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. ഈ കാണുന്ന വെള്ളം മാങ്ങയുടെ വെള്ളമാണ്. ഇത് വറ്റുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കൊക്കെ അടച്ച് വെച്ച് വേവിക്കുകയും വേണം. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും മറക്കണ്ട. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ ഇടയ്ക്ക് അടച്ച് വെച്ച് വേവിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ ഈ ഒരു പരുവത്തിനായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ആറിക്കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വേറൊരു വീഡിയോ ആയി കാണുന്നവരെയും ബൈ ബൈ.